ജെലാറ്റിനോ ഓവനോ അതുപോലെ തന്നെ കോൺ സ്റ്റാർച്ചോ ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് കാണിക്കാൻ പോണത്. പൊതുവേ നാടൻ ഭക്ഷണങ്ങളും എരിവും പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. പുഡിങ്ങോ ബേക്കിങ്ങോ ഒക്കെ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്, അതിൽ വലിയ താല്പര്യവും കാണിച്ചിട്ടില്ല. പക്ഷേ ഈയിടെയായിട്ട് ബേക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ ഒരു ഇഷ്ടം തോന്നി. എൻ്റെ പോലെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷിക്കാം. ഇതിന് വേണ്ടിയിട്ട് 3 കപ്പ് പാലാട്ടം നമ്മൾ എടുക്കുന്നത്. 250 ml കപ്പിൽ 3 കപ്പ് പാൽ നമ്മൾ ആദ്യം തിളപ്പിച്ചെടുക്കണം. ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അധികം വെള്ളം ചേർക്കാത്ത പാലാണ് ഈ വക ഐറ്റംസിന് എപ്പോഴും നല്ലത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ശരിക്ക് ചേർത്തപ്പോൾ ഈ ഒരു അളവിലേക്ക് കുറച്ച് മധുരം കുറവ് പോലെയാണ് എനിക്ക് തോന്നിയത്. അധികം മധുരം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ പുഡിങ്ങിനൊക്കെ കുറച്ച് മധുരം വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര വരെയാവാം. എന്തായാലും പഞ്ചസാര ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ആ നോൺ സ്റ്റിക്ക് പാനിൽ കിടന്നിട്ട് ഒന്ന് ഉരുകി വരട്ടെ. നമ്മൾ വെള്ളമൊന്നും അതിൽ ചേർക്കണില്ല. ഇനി നമുക്കൊരു 3 മുട്ട വേണം. 3 കപ്പ് പാലിലേക്ക് 3 മുട്ടയാണ് എടുക്കുന്നത്. വളരെ ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വരെ എടുക്കാം. പക്ഷെ 3 മുട്ട ഈ ഒരു ഇടത്തര സൈസിലുള്ളത് ധാരാളം തന്നെയാണ്. മുട്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, വാനില എസൻസ്. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. വാനില എസൻസ് എന്തായാലും ഒഴിക്കണേ, കാരണം ചില ആ മുട്ടയുടെ ഒരു പച്ചമണം നമ്മൾ പുഡിങ്ങിൽ കഴിക്കുമ്പോൾ ഉണ്ടാവരുത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് എന്തായാലും ചേർക്കുന്നത്. മുട്ടയിലേക്ക് കുറച്ച് നുള്ളു ഉപ്പോ പഞ്ചസാര ഒന്നും നമ്മൾ ചേർക്കണില്ല. എന്തായാലും നമ്മൾ ഈ വാനില എസൻസും മുട്ടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിനിടയിൽ നമ്മുടെ പഞ്ചസാര നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് തിളച്ച് വന്ന പാൽ അരിച്ചൊഴിക്കണം കേട്ടോ. അരിച്ച് തന്നെ ആ പാട നീക്കിയിട്ട് തന്നെ പാലൊഴിക്കണം. അതുപോലെ തന്നെ ആദ്യം കുറച്ചൊഴിക്കുക, കാരണം ഇത് എന്തായാലും ഈ പഞ്ചസാര പാനിലേക്ക് ഒഴിക്കുമ്പോൾ അതിങ്ങനെ പതഞ്ഞു പൊന്തും. അതുപോലെ തന്നെ ഈ സമയത്ത് പഞ്ചസാര പാനിയുടെ ഫ്ലെയിം ഓഫ് ചെയ്തിടണം. തീ കത്തിച്ചിട്ട് ഒരിക്കലും ഇതുപോലെ ചെയ്യരുത്. ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് ഇതുപോലെ ഇളക്കണം. ഈ സമയത്ത് നമ്മുടെ പഞ്ചസാര പാനി ഒന്ന് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. യാതൊരു കാരണവശാലും പേടിക്കേണ്ട. ഒഴിച്ചു കൊടുക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള പാലും കൂടി ആ പതയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് കേട്ടോ, ഒറ്റയടിക്ക് ഒഴിക്കരുത്. അതങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പൊന്തി വരും. നമ്മൾ ഒഴിച്ച പാലും പഞ്ചസാര പാനിയൊക്കെ പുറത്തേക്ക് പോകും. ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഒഴിക്കുക. ആദ്യത്തെ തവണ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ബാക്കിയുള്ളതും കുറേശ്ശെ ആയിട്ട് ഒഴിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ആ കട്ട വെച്ചിട്ടുള്ള ആ പഞ്ചസാര പാനിയുടെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ ഉരുകുരുകി വന്നോളും. അടിയിലൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ നല്ലപോലെ മരത്തിൻ്റെ തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. ഒരു 12 മിനിറ്റ് ഞാൻ ആ പാലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, ചൂടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. സംഭവം നല്ലപോലെ ഒന്ന് ചൂടാറാനും പാടില്ല, എന്നാൽ നല്ലപോലെ ചൂടും പാടില്ല. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ മുട്ടയിലേക്ക് ഒഴിക്കുമ്പോൾ മുട്ട പെട്ടെന്ന് വെന്ത് പോകും. നമ്മൾ വിചാരിച്ചൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഈ ഒരു പോർഷൻ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇളം ചൂടുള്ള പാല്, നല്ല ഇളം ചൂടെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അത്യാവശ്യം ചൂടുള്ള പാല് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കണം. ഒഴിച്ചു കൊടുക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ഒരു കൈ വെച്ചിട്ട് ഇളക്കും വേണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് പോവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ ഒഴിക്കാൻ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. പാലൊഴിച്ചതിന് ശേഷം നല്ലപോലെ 1-2 മിനിറ്റ് കൂടി ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കണം. ഇതിന് ശേഷം നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ആ മുട്ടയുടെ തരികളോ അല്ലെങ്കിൽ പാൽപ്പാട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അരിച്ചൊഴിക്കുന്നതും അതുപോലെ ഇളക്കുന്നതും ഒന്നും നമ്മൾ വിട്ടു പോകരുത്. എല്ലാം അതിൻ്റെ കൃത്യത്തിൽ തന്നെ ചെയ്യാൻ കേട്ടോ. പുഡിങ്ങും കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൃത്യ അളവിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. സംഭവം എന്തായാലും അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും പാത്രത്തിലേക്ക്, ഞാനൊരു ചില്ലു പാത്രത്തിലേക്കാണ് അത് ഒഴിക്കുന്നത്. അതിൻ്റെ ഹാഫ് ഭാഗം ഒഴിച്ചാൽ മതി. എപ്പോഴും പുഡിങ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹാഫ് ഭാഗം ഒഴിച്ചാൽ മതി. നല്ല പോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം. കുറച്ച് പോലും ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവരുത്. ഇതേപോലെ ഇങ്ങനെ അമർത്തി നല്ല രീതിക്ക് തന്നെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിലോ സ്റ്റീമറിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റാം. ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലേക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മൂടി എപ്പോഴും നമ്മൾ അതിലൊരു ചെറിയ ഹോൾ ഉണ്ടാവും. അത് ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റായിട്ടാണ് നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. 25 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കിയിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പുഡിങ് ആകുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണല്ലോ. എന്തായാലും നമുക്ക് ആദ്യം നോക്കുമ്പോൾ വല്ലാണ്ടൊന്നും സോഫ്റ്റ് ആയ പോലെ തോന്നുന്നില്ല. പക്ഷെ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് നമുക്ക് കിട്ടുക. ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുമ്പോൾ അടിപൊളിയിട്ട് ഇതുപോലെ അങ്ങോട്ട് കിട്ടും. ഞാൻ അതിൻ്റെ മേലെ ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് മുന്നേ കുറച്ച് നട്ട്സുകൾ പൊടിച്ചിട്ടുണ്ടായിരുന്നു. പിസ്തയും അതുപോലെ തന്നെ കാഷ്യൂസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കപ്പലണ്ടി നല്ലപോലെ ഒന്ന് വറുത്തിട്ട് അതിൻ്റെ മേലെ തൊലി കളഞ്ഞ് പൊടിച്ചിട്ടുണ്ടെങ്കിലും അത് നല്ല ടേസ്റ്റ് ആട്ടാം. എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷിക്കാം. അടിപൊളി ഐറ്റമാണ്. ഒരു യൂട്യൂബ് റെസിപ്പിയാണേ.